ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, നീ പോണം. അവൻ നിന്നെ ദ്രോഹിച്ചതൊക്കെ നീ കോടതിയിൽ പറയണം. എനിക്ക് താല്പര്യമില്ലമ്മേ. സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്തും പുസ്തകം പ്രസിദ്ധീകരിക്കുന്നവരുണ്ട്. പക്ഷേ കൊള്ളാവുന്ന ഒരു പബ്ലിഷർ ഈ കവിത തേടി വന്നില്ലേ? അപ്പൊ അത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. ഹരി സാർ, കൈ കൊടുங்க സാർ. സൂപ്പർ ആയിരിക്കും சார். எப்போதுமே நம்ம லைஃப்ல சங்கடம் தான். ஆனா இப்ப நீங்க பாருங்க, எல்லாரோட முகத்தும் ஒரு சிரிப்பு இருக்குது. அதுக்கெல்லாம் காரணம் நீங்க தான் சார். നിങ്ങളോட പുസ്തകം താ സാർ. ഞാനൊരിക്കലും ഇങ്ങനൊരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി ഇത് നിത്യ ചിന്തിച്ചു. ഇയാൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലും മേശയുടെ അവിടെ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. ഇനിയിപ്പോ ഞാനെടുത്ത് സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആളുകൾ തേടി വരുമല്ലോ. സാർ, കവിതയെല്ലാം നല്ല ഇருக்கு. നിങ്ങളെ ഏൻ സിനിമ ഒന്നും ട്രൈ பண்ணல? പാട്ട് എഴുതലാമേ? എന്റെ ശരവണ, അത്തരം ഉദ്ദേശങ്ങളൊന്നും എനിക്കില്ല. എന്തിനാടോ വേണ്ടെന്ന് വെക്കുന്നത്? സിനിമ ട്രൈ ചെയ്തൂടെ? മുമ്പൊരിക്കല് സിനിമക്കാരെ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് അങ്ങ് നാട്ടില്. അവര് എന്റെ ഒരു കവിത സിനിമയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധിച്ചിട്ടുമുണ്ട്. പണമൊക്കെ ഓഫർ ചെയ്താ. എന്നിട്ട് നമുക്ക് പിന്നെ എന്ത് ചെയ്താലും അതിന്റെ പിന്നിലൊരു ചതി ഉണ്ടാവുമല്ലോ. അന്ന് വീണ സിനിമാ ഭ്രാന്ത് കയറി നടക്കുന്ന ഒരു സമയമായിരുന്നു. അതിന്റെ പേരില് വീണ കുറച്ച് അതിക്രമങ്ങളൊക്കെ കാണിച്ചു. സാർ, ഇപ്പൊ അവരിങ്ങ ഇല്ലല്ലോ സാർ. ഇനി എന്നാ സാർ എഴുതലാമേ? എന്നാലും എന്തോ അത് വേണ്ട. എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. ഹരി, എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. മക്കള് വലുതാവുമ്പോ അച്ഛനമ്മമാര് അവരോടൊപ്പം വലുതാവുമെന്ന്. ഞാൻ പ്രസവിച്ച മോന്റെ കാര്യത്തില് മറിച്ചാ സംഭവിച്ചത്. അവൻ തെറ്റുകാരനായപ്പോ ഞങ്ങൾക്ക് തല താഴ്ത്തേണ്ടി വന്നു. ആ കുറവാ നീ പരിഹരിച്ചത്. എനിക്ക് ധൈര്യമായിട്ട് നിന്നെ മോനെന്ന് വിളിക്കാലോ. അപ്പൊ മോന്റെ വലിപ്പം അമ്മയുടെയും കൂടി വലിപ്പമാവുമല്ലോ. ഇതൊക്കെ പോരെ ആന്റി. എനിക്ക് ഇതിനൊക്കെ എന്റെ കവിതകൾ കാരണമായെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഞാൻ തന്നെയാണ്. ഹലോ, ഞാനത് അങ്ങോട്ട് വിളിച്ച് പറയാം സാർ. എന്താ രഘുവേട്ട? പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്ന് ജീവന്റെ വിചാരണ തുടങ്ങും. ചെന്നൈ പറ്റുമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞില്ല. തെളിവുകൾക്ക് ബലം ഉണ്ടാക്കാൻ വേണ്ടി അത് അവരുടെ ആവശ്യമായിരിക്കും. മോളെ, നീ പോണം. അവൻ നിന്നെ ദ്രോഹിച്ചതൊക്കെ നീ കോടതിയിൽ പറയണം.
എനിക്ക് താല്പര്യമില്ലമ്മേ. ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ അയക്ക് കിട്ടിയേ പറ്റൂ. എന്നെ ദ്രോഹിച്ചപ്പോഴൊന്നും ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയിട്ടില്ലല്ലോ. അവളെ നിർബന്ധിക്കണ്ട. മോളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ജീവൻ പുറത്തെത്തുമ്പോ പണ്ട് കണ്ട ആളുകളെയല്ല ഇപ്പൊ കാണുക. അയാളിപ്പോ വെറും ഹരിയല്ല, മഹാനായ കവിയ. നിത്യ തന്നോട് പറഞ്ഞ ആദ്യത്തെ കള്ളം അതാ, ഹരി. വിവാഹത്തിന് മുമ്പേ അവൾ പ്രണയിച്ചിരുന്നവൻ. ആരാധ്യയും എഴുത്തുകാരനും തമ്മിലുള്ള സൗഹൃദം എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറഞ്ഞാലും അതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റും. പലപ്പോഴും ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, അവളുടെ സംരക്ഷകനായിട്ട്. പലതവണ എന്നിൽ നിന്ന് നിത്യ അവൻ രക്ഷിച്ചിട്ടുണ്ട്. പുസ്തകം പുറത്തിറങ്ങിയതിന് അവനുള്ള ആദരവ് എനിക്ക് കൊടുക്കണം. പുറത്തിറങ്ങിയ ആദ്യം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിൽ അതുകൊണ്ട്. ആരാധ്യയും കവിയും കൂടെ ആഘോഷിക്കുമായിരിക്കും. പിന്നെ ജീവന്റെ വിചാരണ നടക്കുമ്പോ വീട്ടിൽ നിന്ന് ആരും കോടതിയിലെത്താൻ സാധ്യതയില്ല. അത് നിനക്കെങ്ങനെ അറിയാം? ഞാനൊരു ഓൺലൈൻ പത്രക്കാരനെ കൊണ്ട് അവിടേക്കൊന്ന് വിളിപ്പിച്ചിരുന്നു. അവരുടെ കാര്യം അറിയാലോ. ഒരാളുടെ ചങ്കിനകത്തിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അവരും ഇടുക്കര. കുത്തി ചോദിച്ചപ്പോ ജീവന്റെ ഒരു കാര്യത്തിനും പോകില്ലെന്നാ വീട്ടുകാര് പറഞ്ഞത്. സാക്ഷി പറയാൻ ആരും വന്നില്ലെങ്കിൽ രക്ഷിച്ചെടുക്കാന്നല്ലേ വക്കീല് പറഞ്ഞത്? രാമമൂർത്തി സാറ് നടക്കുമെന്നുള്ള വിശ്വാസത്തില. അദ്ദേഹത്തിന്റെ പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ മറ്റുള്ളവർക്ക് അസാധ്യമായത് എന്തും ചെയ്യുന്നു തന്നെയാ. ഇനിയൊന്ന് പുറത്തിറങ്ങാൻ അവസരമുണ്ടെങ്കിൽ കാത്തിരിപ്പോ പ്ലാനിങ്ങോ അങ്ങനെയൊന്നുമില്ല. കയ്യിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ആയുധം കൊണ്ടങ്ങ് കയറിച്ചെല്ലും. ഓരോന്നിനായിട്ട് വെട്ടി വീഴ്ത്തും.